ഹായ് മച്ചാമാരെ, എൻ്റെ വിഷ്ണുവിൻ്റെ ഇന്നത്തെ യാത്ര കടയ്ക്കലോട്ടാണ്. നമ്മൾ 2 സ്ഥലങ്ങളിലാണ് ഇന്ന് പോണത്. ഒന്ന് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രവും മറ്റൊന്ന് അതിനടുത്ത് തന്നെയുള്ള എണ്ണപ്പനത്തോട്ടവും. ഞാനും വിഷ്ണുവും ആദ്യമായിട്ടാണ് ഈ 2 സ്ഥലങ്ങളിലോട്ടും പോണത്. പോണ വഴിക്ക് നമുക്കൊരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്തുവാണെന്ന് അറിയാൻ വയ്യ. പോണ വഴിയൊക്കെ കിടിലമാണ്. 2 സൈഡും റബ്ബറും തോട്ടം. അതിൻ്റെ നടുവിലൂടെ ഉള്ളൊരു ചെറിയ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോണത്. നമുക്കിവിടെ കാണാം റോഡിൻ്റെ ഒരു സൈഡ് കുഴിയും ഒരു സൈഡ് റബ്ബറും തോട്ടം. വിഷ്ണുവാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഇവിടെ ഉള്ളവർ പറഞ്ഞൊരു നല്ല കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം എന്നാണ്. ഞാൻ ആദ്യം വിചാരിച്ച കാറൊന്നും അങ്ങോട്ട് കയറി പോകില്ല എന്നാണ്. പക്ഷേ കോൺക്രീറ്റ് അടിപൊളി റോഡാണ്. കാറും ബൈക്കും എല്ലാം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തും. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ നോക്കൂ. അടിപൊളി സ്ഥലം, ഒരു രക്ഷയുമില്ല. കിലോമീറ്റർ കണക്ക് ദൂരം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും. മാത്രമല്ല ധാരാളം മലകൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ കാറിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വിഷ്ണു അങ്ങനെ കാറിയിരുന്ന് കാഴ്ചകൾ കാണുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല. ക്ഷേത്രം കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. ഇവിടെ ഏത് സൈഡിൽ നോക്കിയാലും പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. ഞാനങ്ങനെ നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. ധാരാളം നെല്ലിമരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളങ്ങനെ പുറപ്പെടുകയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് കാർ ഇറങ്ങി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാൻ താഴെ പോയിരുന്ന് കാർ ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കുകയാണ്. ഇവിടെ റോഡിൻ്റെ ഒരു സൈഡ് കുഴിയും ഒരു സൈഡ് കുന്നുമാണ്. രാവിലെയൊക്കെ വന്നാൽ നമുക്ക് നല്ലൊരു സൂര്യോദയം കാണാം. ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും വണ്ടി ഈ ചെറിയ റോട്ടിൽ കൂടെ പോകണ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാൻ ആ കാഴ്ചകളെല്ലാം അവിടെ നിന്ന് നോക്കി കാണുകയാണ്. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ്. കയറുമ്പോൾ തന്നെ അധികം പ്രായമില്ലാത്ത, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുമ്പ് നട്ടതാണെന്ന് തോന്നുന്നു, ചെറിയ മരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ എണ്ണപ്പനത്തോട്ടമായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുന്നത്. റോഡിൻ്റെ 2 സൈഡും എണ്ണപ്പനകൾ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ എണ്ണപ്പനകൾ തന്നെ. നമ്മൾ വാഗമണ്ണിലൊക്കെ കാണുന്ന കണക്ക് മൊട്ടക്കുന്നുകൾ കണക്ക് കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല ചൂടായതിനാൽ പുല്ലുകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പണിക്കാരുടേതാണോ മറ്റോ ആണ്. കുറച്ച് പേര് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽപ്പുണ്ട്. എല്ലാം ഒരേ മോഡൽ വീടാണ്. ഇവിടെ കുറച്ച് പിള്ളേർ കളിക്കാനായി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നമ്മളതിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ ഒരു ക്ഷേത്രം നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.